അസ്സലാമു വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പരിശുദ്ധമാക്കപ്പെടുന്നതായ ദീനുൽ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് നിസ്കാരം എന്നുള്ളത്. ആ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ നിയത്തിനു ശേഷം തക്ബീറത്തുൽ ഇഹ്റാം എല്ലാം ചൊല്ലി കൈകെട്ടിയതിനു ശേഷം ചൊല്ലേണ്ട ഒന്നാണ് വജ്ജഹതു എന്നുള്ളത്. ദുആഉൽ ഇഫ്തിതാഹ് എന്നുള്ള പ്രത്യേകമായ പേരും അതിനുണ്ട്. ആ വജ്ജഹത്ത് എന്നുള്ളത് നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. അത് നമ്മൾ ആരും നഷ്ടപ്പെടുത്തി പോകാൻ പാടില്ല. സുന്നത്ത് നിസ്കാരങ്ങളിൽ വരെ വജ്ജഹത്ത് ഓതേണ്ടതുണ്ട്. വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا من المسلمين എന്നുള്ള വജ്ജഹത്ത് എല്ലാവരും നിസ്കാരത്തിൽ പതിവായി കൊണ്ടുവരേണ്ടതാണ്. ഇതിന്റെ അർത്ഥങ്ങളൊന്നും നമ്മൾക്ക് മനസ്സിലാക്കാം. നമ്മൾ നിസ്കാരത്തിലേക്ക് കൈകെട്ടിയ ഉടനെ തന്നെ ചൊല്ലുന്നത് കൊണ്ട് തന്നെ അതിന്റെ അർത്ഥങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. വജ്ജഹതു വജ്ഹിയ, എന്റെ മുഖത്തിനെ ഞാൻ മുന്നടിക്കുകയാണ്. ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹുവിനിക്ക് വേണ്ടി. ആകാശവും ഭൂമികളെല്ലാം സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അങ്ങനെയുള്ള അല്ലാഹു തആലയ്ക്ക് വേണ്ടിയാണ് എന്റെ മുഖത്തിനെ ഞാൻ മുന്നടിക്കുന്നത്. നിസ്കാരത്തിലാണ്. ഹനീഫൻ മുസ്ലിമ, ഞാന് നേർമാർഗത്തിലുള്ളതായ മുസ്ലിമാണ്. വമാ അന മിനൽ മുശ്രികീൻ, ഞാൻ മുശ്രിക്കീങ്ങളിൽ പെട്ടവൻ അല്ല. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? ബഹുദൈവാരാധന ചെയ്യുന്ന ആളുകൾ. അത്തരത്തിലുള്ളതായ വിശ്വാസമുള്ളവനല്ല. ഇന്ന സ്വലാത്തി വനുസുക്കി, തീർച്ചയായിട്ടും എന്റെ നിസ്കാരം, എന്റെ മറ്റു ആരാധനാ കർമ്മങ്ങളെല്ലാം, വമഹിയായ, എന്റെ ജീവിതവും, വമമാതി, എന്റെ മരണവും. അപ്പൊ നമ്മളുടെ ജനനം മുതൽ മരണം വരെയുള്ളതായ മുഴുവൻ ജീവിതവും മരണവും അതെല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹു തആലയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭൂമി ലോകത്തുള്ളതായ നമ്മളുടെ ജീവിതം അല്ലാഹുവിനിക്ക് വേണ്ടിയുള്ളതാണ്. നമ്മളുടെ എല്ലാ കർമ്മങ്ങളും അല്ലാഹുവിനിക്ക് വേണ്ടിയുള്ളതാണ്. ലാ ശരീക ലഹു, അവനിക്ക് പങ്കുകാരനില്ല, കൂട്ടുകാരനില്ല. അല്ലാഹുവിനിക്ക് കൂടെ മറ്റൊരു ദൈവമില്ല. വബിദാലിക ഉമിർതു, അതുകൊണ്ട് എന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് എന്ന അർത്ഥം വരുന്നതായ ഈ വജ്ജഹതു ദുആഉൽ ഇഫ്തിതാഹ് നമ്മൾ നിസ്കാരത്തിൽ പതിവായി കൊണ്ടുവരേണ്ടതാണ്. ഫർദ് നിസ്കാരങ്ങളിലും സുന്നത്ത് നിസ്കാരങ്ങളിലും പ്രത്യേകം പറയൽ സുന്നത്തുള്ളതായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിയത്ത് കഴിഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയതിനു ശേഷം കൈകെട്ടിയ ഉടനെ തന്നെ വജ്ജഹത്ത് എല്ലാവരും ചൊല്ലണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.